സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റിയാണ്. നേരത്തെയൊക്കെ ഹോളിവുഡ് മൂവീസിൽ മാത്രം കണ്ടുവന്നിരുന്ന സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും വന്നിരിക്കുകയാണ്. എന്തിന്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട് കിടിലൻ 2 സിനിമാറ്റിക് യൂണിവേഴ്സ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഹിന്ദി സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അതാണ് മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സ് അഥവാ MHCU. യൂണിവേഴ്സിന്റെ ഓണർ ദിനേശ് വിജൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനായിരുന്നു. ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ സിനിമകളും ഡയറക്ട് ചെയ്ത പുള്ളിക്കാരനാണ് ഈ ദിനേശ് വിജൻ. നമ്മൾ പണ്ട് മുതലേ ഫോക്സ് സ്റ്റോറീസിലൊക്കെ കേട്ട് വന്നിരുന്ന അഥവാ അങ്ങനത്തെ ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും ഒക്കെ കഥ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ വിജയം എന്നും പറയുന്നത്. നമ്മളിപ്പോൾ കുറച്ച് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഭദ്രകാളി, വാമ്പയേഴ്സ്, അതേപോലെ തന്നെ വെയർവൂൾഫ്, ഈ രീതിയിലുള്ള കഥകളാണ് ഇവർ കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ടുള്ള എല്ലാ മൂവീസും നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഫസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത പടമാണ് സ്ത്രീ. രാജ്കുമാർ റാവു നായകനായിട്ടുണ്ടെങ്കിലും ഈ ഒരു പടത്തിന് മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധ കപൂർ തന്നെയാണ്. സ്ത്രീകൾ പുരുഷന്മാരെ കണ്ട് ഭയപ്പെടുമ്പം ഒരു പ്രേതം അതിനെ തടയാൻ വരുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ സെക്കൻഡ് മൂവി ഏതാന്ന് വെച്ചാൽ ബേഡിയ എന്ന് പറഞ്ഞ പടമാണ്. വരുൺ ധവനും കൃതി സനോനാണ് ഇതിൻ്റെ അകത്ത് മെയിൻ റോൾ പോകുന്നത്. അതായത് ഈ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുൺ ധവൻ, അതായത് നായകനെ ഒരു ചെന്നായ കടിക്കുന്നു. അതിലൂടെ അവന് ചെന്നായകളുടെ ശക്തി, ഒരു വെയർവൂൾഫായി മാറാനുള്ള ഒരു ശക്തിയൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ഈ ഒരു പടം കണ്ടു, അടിപൊളിയാണ്. പിന്നെ ഈ ഒരു പടം ഞാൻ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചത് ഈ ഒരു പാട്ടിലൂടെയാണ്. ഏതായാലും നമ്മുടെ തേർഡ് മൂവി എന്ന് പറയുന്നത് മൂഞ്ചിയ എന്ന് പറഞ്ഞ മൂവിയാണ്. മൂഞ്ചിയ എന്ന് പറഞ്ഞ പടത്തിലെ നായകൻ അഭയ് വർമ്മയാണ്. വിവാഹം ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടി മരിക്കുന്നതിന്റെ ആത്മാവിനെയാണ് ഇവർ ഈ സിനിമയ്ക്കകത്ത് മൂഞ്ചിയ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നായകന്റെ ഒരു ആൺപൂർവി അങ്ങനെ ഒരു ദിവസം മരിച്ചു വിവാഹിതരാകുന്നതിന് മുന്നേ അവന്റെ ആത്മാവ് പിന്നെ വർഷങ്ങൾക്കിപ്പുറം ഈ പറയുന്ന നായകനെ ശല്യപ്പെടുത്താൻ വരികയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു മൂവിയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ ഫോർത്ത് മൂവിയാണ് സ്ത്രീ 2. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫസ്റ്റ് പടമായ സ്ത്രീ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ പറയുന്ന സ്ത്രീ 2. അതിന്റെ അകത്ത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേതമാണ്. ഇതിന്റെ അകത്ത് സ്ത്രീകളെ മാത്രം കൊല്ലാൻ നടക്കുന്ന ഒരു പ്രേതമുണ്ട്. ഏതായാലും യൂണിവേഴ്സിൽ അവസാനമായിട്ട് ഇറങ്ങിയ പടമായിരുന്നു താമ. ആയുഷ്മാൻ ഖുറാനയാണ് നായകനെങ്കിലും മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്ന രശ്മിക മന്ദാര തന്നെയായിരുന്നു. ഒരു ലേഡി വാമ്പയർ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ മരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ വാമ്പയർ ആക്കാനായിട്ട് അവന്റെ കഴുത്തിൽ കടിക്കുന്നു. എന്നിട്ടുണ്ടാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും നന്നായിട്ട് വരുന്നത്. ഈ ഒരു പടം അത്ര വലിയ വിജയമൊന്നും അല്ല, ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുത്തിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു യൂണിവേഴ്സിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് വെച്ചാൽ താമയാണെന്ന് ഞാൻ പറയുന്നത്. ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ശക്തിശാലിനി, ഭേഡിയ 2, ചമുണ്ട, സ്ത്രീ 3, മഹാമൂഞ്ചിയ, പെഹല മഹായുദ്ധ്, ദൂസര മഹായുദ്ധ്. ഇതിൽ പെഹല മഹായുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം അനലൈസ് ചെയ്ത ആ ഒരു സിനിമകളുടെയൊക്കെ മിക്സിൽ നടക്കുന്ന ആ ഒരു യുദ്ധമാണ്. ദൂസര മഹായുദ്ധം എന്ന് പറയുന്ന ആ ദുഃഖം അത് തീർന്നില്ല, ആ ഒരു യുദ്ധം അത് തീർന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ പറയുന്ന ദൂസര മഹായുദ്ധം. അപ്പോൾ ആ പടത്തിന് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളേതാ വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യണം. ശക്തിശാലിനിയോ ബേഡിയ 2ഓ അതോ മൂഞ്ചിയുടെ മഹാമൂഞ്ചി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഇത്രയും നേരം അനലൈസ് ചെയ്ത പടങ്ങളെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ താമ എന്ന് പറഞ്ഞ പടം വേറെയാണ്, അതേസമയം ബേഡിയ എന്ന് പറഞ്ഞ പടം വേറെയാണ്. അപ്പൊ താമ എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ വരുൺ ധവാൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും, അയ്യേ ഇവനെന്ത് പൊട്ടനാ, വരുൺ ധവാന് ബേഡിയിൽ മാത്രം അഭിനയിച്ചാൽ മതിയോ, താമയിൽ അഭിനയിച്ചാൽ എന്താ കുഴപ്പം? എന്നാൽ അത് അങ്ങനെയല്ല ഗൈസ്. താമയ്ക്കകത്ത് ബേഡിയ വരുന്നുണ്ടെങ്കിൽ അത് ബേഡിയയിലുള്ള സിനിമയിൽ നായകൻ എങ്ങനെയായിരുന്നു, വരുൺ ധവാൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, അതായത് ആ ഒരു വെയർവൂൾഫിന്റെ ക്യാരക്ടറായിട്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊരു ക്യാരക്ടറായിട്ടല്ല വരുന്നത്. ബേഡിയ എന്ന് പറഞ്ഞ പടത്തിന്റെ വരുൺ ധവാന്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് താമയ്ക്കകത്തും വരുന്നത്. അപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സുകളുടെ ഒക്കെ പ്രത്യേകതയും ഇത് തന്നെയാണ് ഗൈസ്. ഓക്കെ, അതായത് ശക്തി കുറഞ്ഞു പോയ ബേഡിയയ്ക്ക് ഇനി ശക്തി കൂട്ടണമെങ്കിൽ നമ്മുടെ ഒരു വാമ്പയറിൻ്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞ്, അപ്പോഴത്തേക്കും നമ്മുടെ സിനിമയിലെ താമ എന്ന സിനിമയിലെ നായകൻ അത് ആയുഷ്മാൻ ഖുറാൻ ഒരു വാമ്പയർ ആണല്ലോ. അപ്പോൾ വാമ്പയറിൻ്റെ രക്തം തേടി വന്നതാണ് ഈ ഒരു ബേഡിയ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ പ്രത്യേകത. ക്രോസ് ഓവർ ആയിട്ട് പല ക്യാരക്ടേഴ്സും മിന്നി മറിഞ്ഞ് അതുവഴി ഇതുവഴി ഒക്കെ പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് എഴുതി ഇത് മാത്രമല്ല ഗൈസ്, സിനിമാറ്റിക് യൂണിവേഴ്സ് LCU ഉണ്ട്, അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, പിന്നെ YRF സ്പൈ യൂണിവേഴ്സ്, രോഹിത് ഷെട്ടി സ്കോപ്പ് യൂണിവേഴ്സ്, പിന്നെ നമ്മുടെ അയൻ മുഖർജിയുടെ അസ്ത്രവേഴ്സ്, പിന്നെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള ലോക സിനിമാറ്റിക് യൂണിവേഴ്സ്, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ഇറക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നീ പറഞ്ഞ ഈ ഒരു യൂണിവേഴ്സിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട താമ, ബേഡിയ ആ ഒരു ടൈപ്പ് പടങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്കും ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയത്തില്ല ഈ വീഡിയോ ഒന്ന്. അപ്പോഴത്തേക്കും മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ വ്യൂസ് കുറവാണ്, അപ്പോഴത്തേക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾ മാക്സിമം ഹൈപ്പ് ചെയ്യാൻ നോക്കണം ഗൈസ്. ഹൈപ്പിലാണ് ഗൈസ് എല്ലാം ഇരിക്കുന്നത്. ഹൈപ്പ്
നിങ്ങൾ തരണം ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.